Ncert Max Chapter 4 Linear Equation in Two Variable Part 2 Graphs of a Linear Equation in Two Variable. Graph of a linear equation in two variables. So far you have obtained the solutions of a linear equation in two variables algebraically. Now let us look at the geometric representation. നമ്മൾ തൊട്ട് മുമ്പ് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിളിനെ നമ്മൾ ആൾജിബ്രിക്കലി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആൾജിബ്ര നിങ്ങൾ പഠിച്ചതാണ്. ആൾജിബ്രിക് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ആ രൂപത്തിലാണല്ലോ നമ്മൾ തൊട്ട് മുമ്പുള്ള ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ നമ്മൾ സോൾവ് ചെയ്തത്. ഇനി നമുക്ക് ജിയോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി എങ്ങനെയാണ് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിളിനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. യു നോ ദാറ്റ് ഈച്ച് ഇക്വേഷൻ ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഓരോ ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിളിന് ധാരാളം സൊല്യൂഷൻ മെത്തേഡുകളുണ്ട്. ഈ സൊല്യൂഷൻ മെത്തേഡൊക്കെ നമുക്ക് ഒരു കോർഡിനേറ്റ് പ്ലെയിന് ഒരു കാർട്ടീഷ്യൻ സിസ്റ്റം തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞതുപോലെ ഈ കോർഡിനേറ്റ് പ്ലെയിനിൽ നമുക്കിതെല്ലാം രേഖപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ x+2y = 6 എന്നുള്ളൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഈ ഇതിനെ നമുക്ക് പല രൂപത്തിലും നമുക്ക് എഴുതാവുന്നതാണ്. എക്സിന് ആദ്യം 0 വാല്യൂ കൊടുക്കാം. അപ്പോൾ ആ സമയം വൈക്ക് 3 എന്ന് കൊടുക്കാം. മറ്റൊന്ന് എക്സിന് 2 എന്ന് കൊടുക്കാം. y 2, x4, y 1, x6, y 0. ഇങ്ങനെ നമുക്ക് ഇനി നമുക്ക് മൈനസുകൾ ചേർത്തിട്ട് ഉള്ള മെത്തേഡുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് എങ്ങനെ നമുക്ക് ജോമെട്രിക്കലി റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇൻ ദി പ്രീവിയസ് ചാപ്റ്റർ യു ഹാവ് സ്റ്റഡീഡ് ഹൗ ടു പ്ലോട്ട് ദ പോയിന്റ് ഓൺ എ ഗ്രാഫ് പേപ്പർ. ലെറ്റ് us പ്ലോട്ട് ദ പോയിന്റ്. നമുക്ക് അറിയാം ആദ്യം എഴുതുന്നത് 0 എന്നുള്ളത് എക്സിൻ്റെ വാല്യൂ, രണ്ടാമത് എഴുതുന്നത് വൈൻ്റെ വാല്യൂ ആയിരിക്കണമെന്ന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ 0, 3, 2, 2, 4, 1, 6, 0 എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. Now join any of these 2 points and obtain lane. Let us call this lane AB. ഈ പോയിന്റുകളൊക്കെ നമ്മളിങ്ങനെ രേഖപ്പെടുത്തിയതിന് ശേഷം നമ്മളിത് പരസ്പരം കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ നമുക്ക് ലഭിക്കുന്നതായി കാണും. Now pick another point on this line. നമ്മൾ ഇത് ഒഴിവാക്കി നമ്മൾ വീണ്ടും നമ്മൾ ഇതിലുള്ള മറ്റൊരു പോയിന്റ് എടുത്തു. ഒരു 8, x = 8, y = -1. ഈ രൂപത്തിൽ നമ്മൾ ഉദാഹരണം എടുത്തു. എൻ്റെ റെപ്രസെൻറ്റേഷൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇൻഫാക്റ്റ് 8 + 2 × -1 = 6. സോ 8 - 1 ഈസ് എ സൊല്യൂഷൻ. അതും ഈ ഒരു സൊല്യൂഷനിൽ പെട്ടിട്ടുള്ളതാണ്. പിക്ക് അനദർ പോയിന്റ് ഓൺ ദിസ് ലൈൻ എ ബി ആൻഡ് വെരിഫൈ വെദർ ഇറ്റ്സ് കോർഡിനേറ്റ് സാറ്റിസ്ഫൈ ദി ഇക്വേഷൻ ഓർ നോട്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ ലൈൻ കടന്നു പോകുന്ന പോയിന്റുകളൊക്കെ എടുത്ത് നമ്മൾ ഇതെല്ലാം ഈ ഒരു സൊല്യൂഷൻ ചെയ്യാൻ ഈ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള x+2y = 6 എന്നുള്ള സൊല്യൂഷൻ സോൾവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലൈനിൽ കടന്നു പോകുന്ന ഇതിൽ വരുന്ന എല്ലാ പോയിന്റുകളും നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഈ പോയിന്റുകളിലും വരുന്ന ഈ കോർഡിനേറ്റുകൾ കൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മളിപ്പോൾ 8 - 1 ഇതിൻ്റെ അടുത്ത പോയിന്റ് എവിടെയാണ് വരുന്നത് ഒക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷനോട് ആ പോയിന്റുകളെ കൊണ്ടൊക്കെ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവറി പോയിന്റ് ഹൂസ് കോർഡിനേറ്റ് സാറ്റിസ്ഫൈ ഇക്വേഷൻ ലൈസ് ഓൺ ലൈൻ എ ബി. ഒരു ഇക്വേഷനെ സാധൂകരിക്കുന്ന എല്ലാ പോയിന്റുകളും ആ ഒരു എ ബി എന്ന ലൈനിൽ കിടക്കും. ഓക്കെ, നമ്മൾ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കഴിയുന്ന എല്ലാ പോയിന്റുകളും ആ ലൈനിന്മേലായിരിക്കും ഉണ്ടാവുക. എവറി പോയിന്റ് എ ബി ഓൺ ദ ലൈൻ എ ബി ഗിവ്സ് എ സൊല്യൂഷൻ. എ ബി എന്ന ലൈനിലുള്ള ഓരോ പോയിന്റുകളും നമുക്കൊരു സൊല്യൂഷൻ തരുന്നു. x = a ആൻഡ് y = b. എക്സ് ആക്സിസിലുള്ളത് എ എന്നും y ആക്സിസിലുള്ളത് ബി എന്നൊന്നുമാണ് ഇക്വേഷനിൽ. Any point which does not lie on the lane AB is not a solution of equation. ഇത് രണ്ട് പ്രധാനമാണ്. ഇനി ലൈൻ എ ബി എന്ന ലൈനുമേ വരാത്ത പോയിന്റുകളിൽ
ആ സൊല്യൂഷൻ കൊണ്ടൊന്നും നമുക്ക് ഈ ഒരു ഇക്വേഷൻ പൂർണ്ണമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഈ 2x നമ്മൾ ഉദാഹരണം പറഞ്ഞു 2x + 2y = 6. ഇത് നമുക്ക് പല സൊല്യൂഷനും പല മെത്തേഡ് വഴി നമുക്ക് ഈ ഒരു ഫോർമുല എക്സിന് ഓരോ വാല്യൂ കൊടുത്തിട്ട് നമുക്ക് പലവിധ ഫോർമുലകളും വെച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ആ ഫോർമുലകൾ കൊണ്ടൊക്കെ നമ്മൾ ചെയ്ത് കിട്ടുന്ന വാല്യൂകൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ലൈൻ എല്ലാ പോയിന്റുകളും കൂട്ടി യോജിപ്പിച്ച് ഒരു ലൈൻ വരയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി നമ്മൾ വരയ്ക്കുന്ന ലൈനിൻ്റെ പുറത്ത് വരുന്ന പോയിന്റുകൾ, ഉദാഹരണത്തിന് y ആക്സിസിൽ 5ഉം x ആക്സിസിൽ 2ഉമുള്ള ഈ ഒരു പോയിന്റ് ഇതിൽ വരുന്നില്ല. ഈ ഒരു പോയിന്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഓക്കെ, എക്സിന് ഒരു ഉദാഹരണം നോക്കുക. x 2 y 5 ഇതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും നോക്കാം നമുക്ക്. x 2 y = 5 ആകുമ്പോൾ 12 ആണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല ഉദാഹരണത്തിന്. അപ്പോൾ ഇത് പ്രധാനമാണ്. The reason that the degree of one polynomial equation x plus by plus c is called a linear equation is that its geometrical representation is a straight line. ഇതുകൊണ്ട് തന്നെയാണ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി എന്നുള്ള ഈ ഒരു ഇക്വേഷനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. കാരണം അതൊരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും അതിൻ്റെ ജിയോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ വരിക. ഓക്കെ, സിഗ്സാഗ് ലൈനായിരിക്കും, വളഞ്ഞു പൊളിഞ്ഞു പോകുന്ന ലൈനാവില്ല. അതിൽ നമ്മൾ ആ സൊല്യൂഷനൊക്കെ നമ്മൾ പോയിന്റുകൾ രേഖപ്പെടുത്തിയിട്ട് ഒരു ലൈന് വരച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനായിരിക്കും വരിക. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ നോക്കാം. Given the point 1 to find the equation of a line on which it lays, how many such equations are there? ഇവിടെ 1 2 എന്ന പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് വഴി നമുക്ക് ഇനി ഏതൊക്കെ ഇക്വേഷനുകൾ നമുക്ക് ലഭിക്കുമെന്നുള്ളത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Here 1 and 2 is a solution of a linear equation you are looking for any line passing through the point 1 2. 1 2 എന്നുള്ളതിലൂടെ ഏത് ലൈൻ കടന്നു പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഈ സൊല്യൂഷന് ഈ ഇക്വേഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് നമുക്ക് നോക്കാം. y - x = 1, y = 2x. They are also satisfied by the coordinates of the point 1 2. In fact, there are infinite many linear equations which are satisfied by the coordinates of the point 1 2. Can you see this? ശരി, നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഇതിൻ്റെ കാരണം ഇത് നമുക്ക് 1 2 വെച്ചിട്ട് നമുക്ക് ഒരുപാട് വരയ്ക്കാൻ സാധിക്കും. വരച്ച് നോക്കിയാൽ നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായി മനസ്സിലാവുന്നതാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. ഡ്രോ ഗ്രാഫ് x + y = 7. x പ്ലസ് ഇതിലില്ലാത്തതാണ്. ഓക്കെ, x + y = 7 എന്നുള്ളതിന് ഒരു ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ടു ഡ്രോ ഗ്രാഫ് വി നീഡ് അറ്റ്ലീസ്റ്റ് 2 സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻ. നമുക്ക് 2 സൊല്യൂഷൻ വേണം ഒരു ഇക്വേഷൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ. യു ക്യാൻ ചെക്ക് x = 0. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഏതെങ്കിലും ഒരു വാല്യൂ 0 ആക്കി കഴിഞ്ഞാൽ മറ്റുള്ള നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പോൾ x = 0 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ 7 ആണ്. എങ്കിൽ y = 0 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 7 ആണ്. ആ രണ്ടും നമ്മൾ ഇവിടെ രേഖപ്പെടുത്തി ഒരു ലൈൻ വരച്ചു. ഇനി ഈ ലൈൻ കടന്നു പോകുന്ന ഏത് പോയിന്റുകൾ പരസ്പരം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ വീക്ഷണത്തിന് നന്ദി. താങ്ക് യു വെരി മച്ച്.